ഹലോ, ഇന്ന് തൈപ്പൂയല്ലേ? കഴിഞ്ഞ വർഷം വിചാരിച്ച മക്കളെ കാവടി എടുപ്പിക്കണമെന്ന്, പക്ഷേ ഇപ്രാവശ്യം അത് എടുക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ മക്കളെ ഒരുമിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. മക്കൾ ഭയങ്കര കുസൃതിയാണ് കേട്ടോ. പക്ഷേ 3 പേരും ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ചേച്ചിയും അമ്മയും അമ്മമാരും അനിയത്തിയും എല്ലാവരും ഉണ്ടായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ ശിവൻ്റെ അമ്പലത്തിൽ വന്നപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും ശൂലം കുത്തുമായിരുന്നു കേട്ടോ. ഈ ശൂലം കുത്തുന്ന സമയം കൊണ്ട് ഞങ്ങൾ ഗണപതി അമ്പലത്തിൽ തൊഴാമെന്ന് പറഞ്ഞ് ഗണപതി അമ്പലത്തിൽ വന്നു. ഗണപതിയും തൊഴുത് ഞങ്ങൾ തീർത്ഥവും മേടിച്ച് ചന്ദനവും ഇട്ടുകൊണ്ട് ഞങ്ങൾ കുപ്പണ അമ്പലത്തിലേക്ക് തിരിച്ചു. കുപ്പണ അമ്പലത്തിലേക്ക് തിരിക്കുന്ന വഴി ഇഷ്ടംപോലെ ഘോഷയാത്ര ഉണ്ടായിരുന്നു. അതിനകത്ത് കയറി ഞങ്ങൾ മുമ്പേ നടന്നു. അപ്പോഴത്തേക്ക് മയിൽക്കാവടിയും പറക്കാവടിയും ശൂലം കുത്തലും പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള കാവടികൾ പൊക്കോണ്ടേയിരിക്കുമായിരുന്നു. ഞങ്ങളെല്ലാം ഇതിൻ്റെ മുമ്പിലേക്ക് നടന്ന് മുന്നേ നീങ്ങി. മക്കളെയും കൊണ്ടല്ലേ പോകുന്നത്. അപ്പം പെട്ടെന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി അമ്പലത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് ഘോഷയാത്രയും കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയത്. അപ്പം മക്കളെ എടുത്തുകൊണ്ട് മോനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനങ്ങ് എടുത്തു കേട്ടോ. മോൻ ക്ഷീണിച്ച് ആദ്യമായിട്ടല്ലേ ഇത്രയും ദൂരം നടക്കുന്നത്. അങ്ങനെ മോനെ ഞാൻ എടുത്തുകൊണ്ട് അമ്പലത്തിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു കേട്ടോ. അതായത് ഭഗവാൻ കാവടി കാണാൻ വേണ്ടി എഴുന്നള്ളുന്ന സമയമായിരുന്നു. അങ്ങനെ ആനയെ കണ്ടപ്പോഴത്തേക്ക് അതിന് ഭയങ്കര സന്തോഷം. ശിവരാജു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നത് ശിവരാജു അല്ല മോനെ, അവൻ ഏത് ആനയെ കണ്ടാലും ശിവരാജു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അവൻ്റെ സന്തോഷവും കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ അമ്പലത്തിൽ പ്രദക്ഷിണവും ചെയ്തു. അപ്പോഴത്തേക്ക് ഭഗവാൻ കാവടി കാണാൻ വേണ്ടി എഴുന്നള്ളുന്ന സമയമായിരുന്നു. അമ്പലത്തിലെ പ്രസാദവും അന്നദാനവും എല്ലാം കഴിച്ച് ഞങ്ങൾ കാവടി എടുത്തുകൊണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരുന്ന കാവടിയും ശൂലം കുത്തലും ഫ്ലോട്ടുകളും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു വീട്ടിൽ അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. അതും എല്ലാം കഴിച്ച് ഞാനും അമ്മയും അനിയത്തിയും എല്ലാവരും കൂടെ തിരിച്ചു വന്നു. അപ്പോൾ ഓക്കെ, ബായ്, ടാറ്റാ, ഇനി പിന്നെ കാണാം.